ഓരോ കുട്ടിയും ക്ലാസ്സിൽ നോക്കുക, ഞാനെവിടെ, മീ ഫാക്ടർ എവിടെ, എനിക്ക് നിങ്ങൾ എന്താണ് കരുതിയിട്ടുള്ളത്? അപ്പോ ഈ ഒരു സാമ്പ്രദായികമായ രീതി, എല്ലാവർക്കും ഒരേ സാധനം വളർന്നു രീതി, സെയിം സൈസ് ഫിറ്റ്സ് ഫോർ ഓൾ, എല്ലാവർക്കും ഒരേ തളപ്പ്, ഇങ്ങനെ ഒരേ തളപ്പ്, ഈ കാലഘട്ടം കഴിഞ്ഞു. ഓരോ കുട്ടിയുടെയും മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ടെസ്റ്റിന് വിധേയമാക്കുകയും അതിനനുസരിച്ച് അവന്റെ ഏറ്റക്കുറച്ചില്, ഇപ്പൊ സംഗീതത്തിലാണ് താല്പര്യമെങ്കിൽ അവനെ യേശുദാസാക്കാനാണ് നോക്കുന്നത്, പ്രഭാഷണം നടത്താനാണ് താല്പര്യമെങ്കിൽ അവനെ ശശി തരൂരാക്കാനാണ് നോക്കുന്നത്, താല്പര്യമെങ്കിൽ അവനാണ് എം എഫ് ഹുസൈനാക്കാനാണ് നോക്കുന്നത്. അങ്ങനെ ഓരോ രംഗത്തും ആ ഏതാണോ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഇന്റലിജൻസ് ഔട്ട് ഓഫ് ദ 9, ഇതിനനുസരിച്ച് വേണം കരിയർ സെറ്റ് ചെയ്യാൻ. ഇപ്പൊ ഞാൻ എൻഗേജ് ചെയ്യുന്ന കരിയർ എന്താ? ഒരു സ്കൂളിന്റെ ലീഡർഷിപ്പിലാണ്. എന്റെ പൊട്ടൻഷ്യൽ എന്താ? ലീഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്, അല്ലേ? ഒരു ലീഡർക്ക് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയാം, വലിയൊരു കണ്ണുണ്ടാവുക. എന്താ കണ്ണ്? വിഷൻ. കുട്ടികളെ എങ്ങോട്ടാണ് നയിക്കുന്നത് ആത്മീയമായിട്ട്, അതിനെ കുറിച്ചുള്ള ധാരണ വേണം. എന്നിട്ട് വേണം ഇവിടെ അതിനനുസരിച്ച് ഏജ് അപ്രോപ്രിയേറ്റ് പ്രോഗ്രാം സെറ്റ് ചെയ്യാൻ. 21ാം നൂറ്റാണ്ടില് ത്രൈവ് ചെയ്യേണ്ടവരാണ് ഇവര്. ഇന്ന് നമ്മൾ കാണുന്ന പല ജോലികളും വളരെ വേഗം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എംപ്ലോയ്മെന്റ് സ്കിൽ ഈ കാലഘട്ടത്തിൽ 10 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടികൾ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും എന്നുള്ളത് ആന്റിസിപ്പേറ്റ് ചെയ്യാനും മുൻകൂട്ടി കാണാനും അതിനനുസരിച്ചിട്ട് നമ്മുടെ ലെസൺ പ്ലാനും അതിലെ ആക്ടിവിറ്റീസും അതിലെ നമ്മുടെ ഒബ്ജക്റ്റീവ്സും സെറ്റ് ചെയ്യാൻ നമുക്ക് വേണം. അല്ലെങ്കിൽ എന്താണ്, ഈ ചടങ്ങിൽ ചെറുപ്പം തന്നെയായിരിക്കും. വീണ്ടും വീണ്ടും ഈ വികസന രാജ്യങ്ങൾ മുന്നോട്ട് കുതിക്കുമ്പോൾ നമ്മളിങ്ങനെ സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുകയും വളരെ സ്ലോ പേസ്, വളരെ മെല്ലെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് ലോക എക്കോണമിയിൽ നിന്ന് മുന്നോട്ട് പോകുന്നത്.